പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവേ, ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയും. അങ്ങിന്ന നല്ല നിലം ഞങ്ങൾ ഒരുക്കുവാനും 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനും വചനത്തിലൂടെ ആഹ്വാനം ചെയ്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയും. നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന അങ്ങയുടെ കൃപയ്ക്ക് നന്ദി പറഞ്ഞ് അങ്ങേ മഹത്വപ്പെടുത്തും. വിത്ത് എവിടെയും വീഴാം. വിത്ത് വീട് നല്ല നിലത്താകാം, വഴിയരികിലാകാം, മുള്ളുകൾക്കിടയിലാകാം. എവിടെ വേണമെങ്കിലും വിതറപ്പെടാവുന്ന വിത്ത് ഫലം പുറപ്പെടുവിക്കേണ്ടത് ഓരോരുത്തരുമാണെന്നും നിലമൊരുക്കേണ്ടവരാണെന്നും കർത്താവെ അറിയുന്നു. ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയുവാനും അങ്ങ് വിതയ്ക്കുന്ന വിത്ത് ഫലമണിയുന്ന നല്ല നിലമായി മാറുവാനും ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും അങ്ങേക്ക് സമർപ്പിക്കും. വിശുദ്ധ ക്യാമ്പലിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധിയുടെ നിർവ്വണം പുലർത്തിക്കൊണ്ട് ആശ്രമത്തിൽ ശ്രേഷ്ഠനായിരുന്ന വിശുദ്ധ ക്യാമ്പലിനെ പോലെ അങ്ങേ മഹത്വപ്പെടുത്തുവാനും സ്തുതിഗീതകൾ ആലപിച്ച ഓരോ നിമിഷവും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ക്രമം നൽകി അനുഗ്രഹിക്കണമേ. ഇതാ കർത്താവ്, ഇന്നത്തെ ഈ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഇന്നുവരെ നീ വിതച്ച വിത്തുകളൊക്കെ ഫലം പുറപ്പെടുവിക്കാതെ പോയത് മാപ്പ് ചോദിക്കുന്നു. ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലമായി മാറുവാൻ ഓരോ നിലവുമാണ് വിത്തുകളെ ഫലമണിയിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ടാണ് വഴിയരികിൽ വീണ കഠിനമായി പോയ ഹൃദയത്തെയും ഉള്ളുകൾക്കിടയിൽ വീണ സാഹചര്യങ്ങളിൽ ഞെരുങ്ങിപ്പോയവരെയും പാറപ്പുറത്ത് വീണ സുഖലോലുപതയിൽ കഴിയുന്നവരെയും നല്ല നിലത്ത് വീണുകൊണ്ട് ഫലം പുറപ്പെടുവിച്ചവരെ നീ ഓർമ്മിപ്പിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരും നല്ല നിലമായി തീരുവാൻ തക്കവിധം ഞങ്ങളുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഈ രാത്രിയിൽ സുഖമായി നിദ്രാകണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.